ഹിപ്നോസിസിലേക്ക് പ്രവേശിച്ച വ്യക്തി എങ്ങനെയാണ് ഹാലൂസിനേഷൻ സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നത്? ഇല്ലാത്തൊരു വസ്തുവിനെ അവരെങ്ങനെയാണ് കാണുന്നത് എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാവുമല്ലേ? ഒട്ടുമിക്ക പേരും എന്നോട് ചോദിക്കാറുണ്ട്. ഹൈലി സജസ്റ്റബിൾ ആയൊരു വ്യക്തിയെ ഹിപ്നോസിസിന് പ്രവേശിച്ച് സബ് കോൺഷ്യസ് ഓപ്പൺ ആക്കി ഉപബോധ മനസ്സിനെ അല്പസമയത്തേക്കൊന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു സ്റ്റേറ്റാണ് ഹാലൂസിനേഷൻ സ്റ്റേറ്റ്. ഇതെന്തായാലും വർക്കാവുന്ന ഒരു മെത്തേഡാണ് ഹാലൂസിനേഷൻ. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്ത ഒരു സബ്ജക്റ്റിനോട്, ആ ചേട്ടനോട് ഞാൻ പറയുകയാണ്, ഇനി താങ്കൾ കണ്ണു തുറന്നു കഴിഞ്ഞാൽ താങ്കളുടെ കയ്യിലിരിക്കുന്നത് ചിക്കൻ്റെ പീസാണ്, തേങ്ങ വറുത്തരച്ച ചിക്കൻ്റെ പീസാണ്, സന്തോഷത്തോടു കൂടി കഴിക്കൂ എന്ന് പറഞ്ഞ് സജഷൻ കൊടുത്തപ്പോൾ ആ ചേട്ടൻ ഹൈലി സജസ്റ്റബിൾ ആയത് കൊണ്ട് തന്നെ അവിടെ ഹാലൂസിനേഷൻ സംഭവിച്ചു. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അതുപോലെ തന്നെ എൻ്റെ സജഷൻ മാത്രമല്ല അവർ സ്വീകരിച്ചത്, അടുത്തു നിന്ന ഒരു വ്യക്തിയുടെ സജഷനും ആ സബ്ജക്റ്റ് കേട്ടു, അത് പ്രവർത്തിച്ചു. അടുത്തുനിന്ന് ഒരാൾ പറയുകയാണ് കൈക്ക് ചൂട് അനുഭവപ്പെടും എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ആ സജഷനും കൂടെ കേട്ട് സബ് കോൺഷ്യസ് അവിടെ പ്രവർത്തിച്ചു. ഇതാണ് സബ് കോൺഷ്യസിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ. ലോക്ക് കഴിക്കാൻ പറ്റും, ശ്രമിച്ചു നോക്കിയാൽ പറ്റൂല, ഒരു കാരണം ചെയ്യാൻ പറ്റില്ല. ലോക്ക് കഴിക്കാൻ ശ്രമിക്കുന്നവരെ പാടായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ വറുത്തരച്ച ചിക്കൻ പീസാണ് കേട്ടോ. സന്തോഷത്തോടു കൂടി കഴിക്കും. ചിക്കൻ പീസ് കഴിഞ്ഞിട്ട് ചൂടുണ്ടോ പിന്നെ കഴിച്ചേ, ചൂടുണ്ടോ? ചൂട് കുറയും. ഒന്ന് കണ്ണു തുറക്കാതെ ഒന്ന് കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. കൊള്ളാമല്ലേ? എന്തെങ്കിലും കുറവുകൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. തേങ്ങ കൂടുതലാണ്, അതാണ് ഒന്നാമത്തെ കുറവ്. അത് തേങ്ങ ഇട്ടായിരിക്കാൻ ഞാൻ മീനിനോട് പറയാം കേട്ടോ. ഓക്കെ, ഇത് ഒറിജിനലാണ്, ഹാലൂസിനേഷൻ സംഭവിക്കുന്നത് തന്നെയാണ്. ഓക്കെ.